എല്ലാ താൽവരികൾ സ്തോത്രം നിനക്കെതിരെ ഉയരുന്ന വെല്ലുവിളിയുണ്ട്. നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന അയൽവാസികളുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സ്തോത്രം കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ നേരിട്ട് ഇല്ലെങ്കിൽ മറഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നെങ്കിൽ, യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ആരെങ്കിലും നിനക്കെതിരെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് മുൻപായി പുറപ്പെട്ടു. ചെറുക്കൻ എറിഞ്ഞ കല്ലുകൊണ്ടല്ല ആ മല്ലൻ വീണത്. ചെറുക്കൻ എറിഞ്ഞ കല്ലിൻ്റെ ബലം കൊണ്ടല്ല മല്ലൻ വീണത്. ചെറുക്കൻ എറിഞ്ഞ കല്ലിൻ്റെ ബലം കൊണ്ട് മല്ലൻ വീണെങ്കിൽ മല്ലൻ മലർന്ന് വീഴണമായിരുന്നു. എന്നാൽ മല്ലൻ വീണത് കമന്നാണ് വീണത്. മല്ലൻ കമന്നാണ് വീണത്. അർത്ഥം സ്തോത്രം, തട്ട് കിട്ടിയത് മുന്നിൽ നിന്ന് പിന്നിലേക്കല്ല, പകരം തട്ട് കിട്ടിയത് പിന്നിൽ നിന്ന് മുന്നിലേക്കാണ്. നീ എറിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. നീ ഉപവസിച്ചു, നീ പ്രാർത്ഥിച്ചു, നീ പൊരുതി, നീ സ്പിരിച്വൽ വാർഫെയർ ചെയ്തു, നീ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഓക്കെ, ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, വീണ്ടും തുടരട്ടെ. പക്ഷെ യുദ്ധമൊന്നും നിൻ്റെതല്ല. ഒരിക്കൽ കൂടെ, യുദ്ധമൊന്നും നിൻ്റെതല്ല. നീ ചെയ്യേണ്ടത് 100% വ്യക്തിയായി കുടുംബമായി ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി നിന്നാട്ടെ. ഒരിക്കൽ കൂടെ 100% കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ നിന്നാട്ടെ.